ഒരിക്കൽ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു ഒരു യാത്രയിൽ ഒരു ഉണങ്ങിയ വൃക്ഷം കണ്ടു. ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുകയാണ്. അങ്ങനെയുള്ളൊരു വൃക്ഷം കണ്ടു. അപ്പോൾ താബിഈ പണ്ഡിതന്മാരിൽ പ്രസിദ്ധനായ അബു ഉസ്മാൻ അൻ-നഹ്ദി, അബ്ദുറഹ്മാൻ ഇബ്നു മുൽ എന്ന പേരിൽ അറിയപ്പെടുന്ന താബിഈ പണ്ഡിതൻ, അബു ഉസ്മാൻ നഹ്ദി എന്ന് അദ്ദേഹം വിളിക്കപ്പെടുന്നത്, അദ്ദേഹം ഈ വൃക്ഷത്തിന് ചോട്ടിലിരിക്കുകയാണ്. അപ്പോൾ സൽമാൻ അൽ ഫാരിസി എന്നിട്ട് എന്ത് ചെയ്തു, ആ വൃക്ഷത്തിൻ്റെ ഒരു ശിഖരം കൊമ്പ് പിടിച്ചിട്ട് കുലുക്കിപ്പോൾ അയലൊന്നായിട്ടുണ്ട് വീണ്. ഉസ്മാൻ അദ്ദേഹത്തിന് അബു ഉസ്മാൻ്റെ മേത്തേക്ക് അങ്ങോട്ട് വീണത്. അപ്പോൾ സൽമാൻ പറയാണ്, ഞാനിപ്പോൾ ഈ മരം പിടിച്ച് കുലുക്കിയില്ലേ, നിങ്ങളെന്താ എന്നോട് ചോദിക്കാത്ത, എന്തിനാ അത് കുലുക്കിയെന്ന്, എന്തിനാ അത് കുലുക്കിയെന്ന് ചോദിക്കാത്തത്? അപ്പോൾ അബു ഉസ്മാൻ ചോദിച്ചു, എന്തിനാ നിങ്ങളിത് കുലുക്കിയത്? അപ്പോൾ സൽമാൻ അൽ ഫാരിസി പറയാണ്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഒരു യാത്രയിൽ ഞാനിങ്ങനെ ഒരു വൃക്ഷത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് ആ ഉണങ്ങിയ വൃക്ഷത്തെ പിടിച്ച് വലിച്ചു കുലുക്കി. അപ്പോൾ അതിൻ്റെ ഇല ഒന്നായിട്ട് വീണ്. അപ്പോൾ റസൂൽ എന്നോട് ചോദിച്ചു, സൽമാൻ, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നോട് ചോദിക്കാത്തത്, ഇതെന്തിനാണ് പിടിച്ച് കുലുക്കിയതെന്ന്? അപ്പോൾ സൽമാൻ അൽ ഫാരിസി റസൂലുള്ളാഹിനെ വിളിച്ച്, റസൂലെ, നിങ്ങൾ എന്തിനാണ് അതിനെ പിടിച്ച്, ഹസ്സഹു എന്നാണ്, ഇങ്ങനെ പിടിച്ച് കുലുക്കിയത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 5 വക്ത് നിസ്കാരങ്ങൾ ഉണ്ടല്ലോ, അവയുടെ ഒരു ചിത്രീകരണമാണിത്. 5 വക്ത് ഒരാൾ നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ ആ നിസ്കരിക്കുന്ന വ്യക്തികളുടെ പാപങ്ങൾ പൊഴിയും. എങ്ങനെ പൊഴിയും? ഈ വൃക്ഷത്തിൽ നിന്ന് അതിൻ്റെ ഉണങ്ങിയ ഇലകൾ പൊഴിഞ്ഞതുപോലെ. എൻഹാത്തു എന്നാണ്, അല്ലെങ്കിൽ തൻഹാത്ത്, അല്ലെങ്കിൽ തഹാത്തു, അങ്ങനെയൊക്കെ പ്രയോഗം കാണാം. ഈ വൃക്ഷത്തിൻ്റെ ഇലകൾ പൊഴിഞ്ഞതുപോലെ 5 വക്ത് നിസ്കരിക്കുന്നവരുടെ പാപങ്ങൾ പൊഴിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് റസൂലുള്ള ഓതി എന്നാണ്. എന്താ ഓതിയത്? അഖിമിസ് സലാത്ത തറഫൈൻ നഹാർ വ അഖിമിസ് സലാത്ത തറഫൈൻ നഹാരി വ സുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിനസ് സയ്യിആത്ത് ദാലിക ദിക്റാ ലിദ്ദാകിരീൻ എന്ന ആയത്ത് ഓതിയതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. 5 വക്ത് നിസ്കാരം നിർവഹിക്കുന്നവരുടെ തെറ്റുകൾ ഇങ്ങനെ പൊഴിയും എന്നിട്ട് റസൂലുള്ള ഓതി അള്ളാൻ്റെ ആയത്ത്. എന്താ? അഖിമിസ് സലാത്ത തറഫൈൻ നഹാർ, പകലിൻ്റെ 2 അറ്റങ്ങളിൽ നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശം ബുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശ 4 നിസ്കാരങ്ങളാണ്. പിന്നെ വസുലഫൻ മിനൽ ലൈൽ, രാത്രിയിലെ നിസ്കാരം, അത് കൊണ്ട് ഉദ്ദേശം ഒന്നുകിൽ ഇശ സുബഹി അല്ലെങ്കിൽ സുബഹി നിസ്കാരം നിർവഹിക്കുക. എന്നിട്ട് അതിൻ്റെ ഇതാണ് ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യിആത്ത്, നന്മകൾ അത് തിന്മകളെ പോക്കും, നന്മകൾ തിന്മകളെ പോക്കും എന്ന് അർത്ഥം വരുന്ന ആയത്തോതി കൊടുത്തു. ഞാൻ പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ അത് ഹുദയാകും, അത് റഹ്മത്താകും. ആർക്ക്? ലിൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങൾക്ക്. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അൽ ആമിലുൽ ഹസനാത്ത്, ഹസനാത്ത് ചെയ്യുന്നവരാണ്. അപ്പോൾ ഹസനാത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഹസനത്ത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനെ തുടർന്ന് ഹസനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണ്? നിസ്കാരം. ഹസനത്ത് അതിൽ പരിമിതമല്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ആയത്തും ഇതിൻ്റെ ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച അത് പൂർത്തീകരിക്കാം, അവിടെ വിശദാക്കാം ബിഇദ്നില്ലാഹ്.